പതിവ് പോലെ കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലടുപ്പത്ത് വെച്ചു. പിന്നെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ മണിക്കൂട്ടിന് ഇന്ന് തൊട്ട് 6 മണിക്ക് ട്യൂഷന് പോകണം. അപ്പോൾ അവന് വേഗം ഒരു ഗ്ലാസ് പാലൊക്കെ ചൂടാറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ചായ വെക്കണമെന്ന് 2 പേർക്കുള്ള പാല് മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ വേഗം മണിക്കൂട്ടിനുള്ള പാലൊക്കെ ചൂടാറ്റിയിട്ട് അവന് കൊടുത്തു. എന്നിട്ട് അവൻ ട്യൂഷന് പോയി കഴിഞ്ഞിട്ടേ ഞാൻ ഇന്നലെ ഒരു പിറന്നാളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ കഴിച്ചു. പിന്നെ സാമ്പാർ മാത്രം ഞാൻ അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാൻ വേഗം ചായയും ബാക്കിയുള്ള പാലിൽ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായയൊക്കെ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഇന്നലെയാണ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാറ്. പക്ഷേ ഇന്നലെ ഞാൻ മുടിയിൽ ഷാമ്പു ഒക്കെ ഇട്ടു പിറന്നാളിന് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് കാരണം വെളിച്ചെണ്ണ തേക്കാനൊന്നും നിന്നില്ല. അപ്പം ഞാൻ വേഗം വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് അപ്പം അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം പോയി കുളിക്കല്ലേ വേണ്ടോ. അത് കാരണം വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നേരത്തെ എണീറ്റ വശമൊന്നും കുളിച്ചില്ല. അതാണ് എണീറ്റ വശം കുളിക്കാത്തത്. അപ്പോൾ ഞാൻ വേഗം വെളിച്ചെണ്ണയൊക്കെ തൊട്ട് വരട്ടിയിട്ട് വേഗം മുടിയൊക്കെ ജടയൊക്കെ തീർത്ത് കെട്ടി വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയി അടുക്കളയിൽ പോയിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു. അപ്പോഴേക്കും ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് വാർത്ത് വെച്ചു. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറച്ച് ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടല്ലോ, അവർക്ക് 3 പേർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ കാലത്ത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇനി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സദ്യയുടെ കറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല എന്ന്. പിന്നെ കുറച്ച് മീൻകറി ഇന്നലെ അമ്മ വീട്ടിൽ പോയപ്പോൾ തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയും ചൂടാക്കിയിട്ട് ബിജാഷേട്ടന് ചിക്കൻ കറി മീൻകറിയൊക്കെ കൂടി കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് മീൻകറി വേണ്ട, ചിക്കൻ കറിയും കുറച്ച് സാമ്പാറും മതിയെന്ന്, മീൻകറി വൈകുന്നേരം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴേക്കും അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എണീറ്റ വശം അതെടുത്തിട്ട് ഇറക്കി വെച്ചു, എന്ന് വെച്ചാൽ തണുപ്പൊന്ന് വിടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ മുളകിട്ട മീൻകറി ആയിരുന്നു, ഇത്തിരി കുടപ്പുളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ള മീൻകറി ആയിരുന്നു. അപ്പോൾ ഞാനത് വേഗം പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് പാനിലിട്ടു. എന്നിട്ട് ഞാൻ ആ പാത്രം കഴുകിയിട്ടേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചു. അത്ര വെള്ളമൊന്നും ഒഴിച്ചില്ല, കുറച്ച് തന്നെ ഒഴിച്ചുള്ളൂ. എന്നിട്ട് ഞാനത് നന്നായിട്ട് അതിൻ്റെ ഐസൊന്നുമില്ല, ചെറിയ തണുപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാനതൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ വേർപ്പെടുത്തിയിട്ട് എടുത്തു. എന്നാൽ ചൊട്ടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുടപ്പുളി ഉണ്ടായിരുന്നു, മീനിൻ്റെ കഷ്ണം മാത്രമല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോഴാണ് ബിജാഷേട്ടൻ പറഞ്ഞത് എനിക്ക് മീൻ കറി വേണ്ട, ഞാൻ സാമ്പാറും ചിക്കൻ കറിയും കൊണ്ടുപോയിക്കൊണ്ടുവന്ന്. പിന്നെ ദോശമാവ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വൈകിട്ടൊക്കെ അവരുണ്ടാക്കി കഴിച്ചു. ഞാൻ ശനിയാഴ്ച വൈകുന്നേരം അരച്ച് വെച്ചതാണ്. അപ്പോൾ ഉള്ള മാവ് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും കഴിക്കാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാൻ. എന്നിട്ട് മീൻകറിയൊക്കെ ഒരുവിധം തിളച്ച് വെറ്റി വന്നപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇനി എനിക്ക് വേഗം പോയിട്ട് കുളിക്കണം. പിന്നെ എല്ലാവർക്കും ചോറൊക്കെ ആക്കണം. പിന്നെ തൊട്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും പോകണ്ടേ. അപ്പോൾ ബിജാഷേട്ടൻ പറഞ്ഞു എനിക്ക് കുളിക്കാൻ ഇത്തിരി വെള്ളം വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചപ്പോഴേ അവിടുത്തെ പ്ലഗിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് അമർത്തി നോക്കിയിട്ട് ശരിയാവണില്ല. അപ്പോൾ ബിജാഷേട്ടൻ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ അത് ശരിയാവണില്ല എന്ന് പറഞ്ഞപ്പോൾ ബിജാഷേട്ടൻ വന്നിട്ട് അതൊക്കെ ശരിയാക്കി വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചു. അത് അപ്പോഴേക്കും ഞാൻ വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് വേഗം ദോശ ഉണ്ടാക്കലും ചോറ് പാത്രത്തിലാക്കലും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം പാനൊക്കെ കത്തിച്ചിട്ട് വേഗം ഗ്യാസൊക്കെ കത്തിച്ച് പാനൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം വേഗം ഞാൻ ബിജാഷേട്ടനും എനിക്കും മക്കൾക്കുള്ള ചോറൊക്കെ ആക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേഗം ചോറാക്കുമ്പോഴേക്കും ദോശത്തവയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശയും കൈയോടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാവിച്ച് എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുടി കെട്ടലും ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞിട്ട് ആൾ ദോശയായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മ ദാ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വേഗം ദോശയൊക്കെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ സാമ്പാറും ദോശയും കൂടി കഴിക്കാമല്ലോ. പിന്നെ ഞാൻ വേറെ ചമ്മന്തിയോ ചട്നിയോ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അത് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞപ്പോഴേക്കും അത് ഒരുവിധമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറച്ചിട്ട് കൊടുത്തു. അപ്പോൾ കട്ടി ദോശ വേണ്ട, നല്ലോണം കനം കുറച്ച് ദോശ മതി എന്ന് എപ്പോഴും പറയും 2 പേരും. പിന്നെ മണിക്കൂട്ടന് അത്ര കുഴപ്പമില്ല, അവൻ കഴിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചൂട്ടോടക്കനെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും നിന്നില്ല. മണിക്കൂട്ടൻ ട്യൂഷന് പോയിക്കാണ്. അപ്പോൾ ആൾ വരുമ്പോഴേക്കും പിന്നെ വാവിച്ചാണ് ഉണ്ടാക്കി കൊടുക്കാറ്. പക്ഷെ ഞാൻ ഇന്ന് ഉള്ള മാവ് കൊണ്ടുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി അവിടെ പാത്രത്തിൽ വെച്ചു. അപ്പോൾ പിന്നെ ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഞാൻ നേരമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പം തന്നെ ചൂടോടക്കനെ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ വേഗം ദോശയൊക്കെ പരത്തിയതിന് ശേഷം പിന്നെ ഞാൻ എനിക്കും മക്കൾക്കുള്ള ചോറൊക്കെ ആക്കി. അപ്പം അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ ആക്കിയതിന് ശേഷം ഞാനത് അകത്ത് കൊണ്ടുവന്ന് വെക്കും, ഫാനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചൂടാറിയിട്ടാണ് അത് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങൾക്കുള്ള ചോറും കറിയൊക്കെ കൊണ്ട് അകത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും ദോശ തീയിലിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദോശ ആയി വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ എല്ലാവർക്കും ചോറൊക്കെ ആക്കി
ബാക്കിയുള്ള ചോറ് ഞാൻ തെർമൽ കുക്കറിൽ വെച്ചിട്ട് അടയ്ക്കും. അപ്പോൾ വൈകുന്നേരത്ത് ചെറിയ ചൂടുണ്ടാവും. അത് കാരണം പിന്നെ വൈകുന്നേരം തിളപ്പിച്ചൂറ്റൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും വാവിച്ചി വന്നു. ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആൾക്ക് വേഗം ഞാൻ ദോശയൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ദോശയും ആൾ കുടിക്കാനുള്ള പാലൊക്കെ എടുത്തിട്ട് പോയി. അതിന് ശേഷമാണ് ഞാൻ ബിജാഷേട്ടന് സാമ്പാറാക്കിയത്. അപ്പോൾ അങ്ങനെ നല്ല സാമ്പാറായിരുന്നു, സദ്യ സാമ്പാർ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ മഴയുണ്ടെന്ന് എനിക്കറിയാം, നല്ല മഴ. കാലത്ത് 7 മണിക്ക് തുടങ്ങിയ മഴയാണ്. എന്നിട്ട് പിന്നെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം കോട്ടൊക്കെ ഇട്ടു. പിന്നെ ഇന്നലെ വരുമ്പോൾ വണ്ടി ഞാൻ കൊണ്ടുവന്നില്ലേ, വീട്ടിലാണ്. ഞാനും ബിജാഷേട്ടനും കൂടി ജോലിക്ക് പോവാണ്. നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ.